ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ SCERT സയൻസിലെ ബയോളജിയുടെ പാർട്ട് 2 ക്ലാസ്സാണ്. 4ാമത്തെ ലെസൺ മുതലാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4ാമത്തെ ലെസനാണ് ഊർജത്തിനായി ശ്വസിക്കാം. ശ്വാസം പുറത്തേക്കും അകത്തേക്കും എടുക്കുന്നത് നാസാദ്വാരം വഴിയാണ്. നോസ്ട്രൽ അല്ലെങ്കിൽ നാസാദ്വാരം വഴിയാണ് ശ്വാസം പുറത്തേക്കും അകത്തേക്കും എടുക്കുന്നത്. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റി. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ് ശ്വാസനാളം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയിരിക്കുന്ന നീണ്ട കുഴലാണ് ശ്വാസനാളം. ശ്വാസനാളം എപ്പോഴും തുറന്നിരിക്കാൻ ഈ വലയങ്ങളാണ് സഹായിക്കുന്നത്. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാള ശാഖകളാണ് ശ്വസനി അല്ലെങ്കിൽ ബ്രോങ്കസ് എന്ന് പറയുന്നത്. 2 ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാള ശാഖകളാണ് ശ്വസനി. ഇവിടെയും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ്. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക. തരുണാസ്ഥി വലയങ്ങൾ ഇവിടെ കാണപ്പെടുന്നില്ല. വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത കുഴലുകളാണ് ശ്വസനിക അല്ലെങ്കിൽ ബ്രോങ്കിയോൾ എന്ന് പറയുന്നത്. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളാണ് വായു അറ അല്ലെങ്കിൽ ആൽവിയോലസ്. ശ്വസനികളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളാണ് വായു അറ. വാതക വിനിമയം ഇവിടെയാണ് നടക്കുന്നത്. വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട്. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം. ഉദരാശയത്തെയും ഔരസാശയത്തെയും വേർതിരിക്കുന്ന പേശി നിർമ്മിത ഭിത്തിയാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്തരമാണ് പ്ലൂറ. ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നത് പ്ലൂറാദ്രവമാണ്. പ്ലൂറാദ്രവമാണ് ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറയ്ക്കുന്നത്. ഔരസാശയം വികസിക്കുന്ന സമയത്ത് ഉച്ഛ്വാസം നടക്കുന്നു. സങ്കോചിക്കുന്ന സമയത്ത് നിശ്വാസം നടക്കുന്നു. ഔരസാശയം വികസിക്കുമ്പോൾ ഉച്ഛ്വാസവും സങ്കോചിക്കുമ്പോൾ നിശ്വാസവുമാണ് നടക്കുന്നത്. വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇൻ്റർകോസ്റ്റൽ പേശി. വാരിയെല്ലുകൾക്കിടയിലുള്ള പ്രത്യേകതരം പേശികളാണ് ഇൻ്റർകോസ്റ്റൽ പേശി. ലഘു പോഷകങ്ങളുടെ സംവഹനം നടക്കുന്നത് പ്ലാസ്മയിലൂടെയാണ് ലഘു പോഷകങ്ങളുടെ സംവഹനം നടക്കുന്നത്. ഓക്സിജന്റെ സംവഹനം നടക്കുന്നത് അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിനിലൂടെയാണ്. ഡിസ്കിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് RBC. ഡിസ്കിൻ്റെ ആകൃതിയാണ് RBCക്കുള്ളത്. 1 മില്ലി രക്തത്തിലെ 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ RBC കാണപ്പെടുന്നു. RBCക്ക് ന്യൂക്ലിയസോ കോശാംഗങ്ങളോ ഇല്ല. ന്യൂക്ലിയസും ഇല്ല, കോശാംഗങ്ങളും ഇല്ല. RBCയിൽ കാണപ്പെടുന്ന ഹീമോഗ്ലോബിനിൽ 4 പ്രോട്ടീൻ ഇഴകളും 4 ഇരുമ്പടങ്ങിയ ഹീമുമാണ് അടങ്ങിയിട്ടുള്ളത്. 4 പ്രോട്ടീൻ ഇഴകളും 4 ഇരുമ്പടങ്ങിയ ഹീമും ചേർന്ന ഘടനയാണ് ഹീമോഗ്ലോബിന് ഉള്ളത്. ഹീമിലെ ഇരുമ്പുമായാണ് ഓക്സിജൻ കൂടിച്ചേരുന്നത്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനുള്ള കഴിവുണ്ട്. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാനുള്ള കഴിവാണ് ഉള്ളത്. ഹീമോഗ്ലോബിനുമായി കാർബൺ മോണോക്സൈഡ് കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. കാർബോക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കില്ല. അതുകൊണ്ട് തന്നെ ഹീമോഗ്ലോബിൻ നശിച്ചു പോകും. അതേസമയം ഓക്സി ഹീമോഗ്ലോബിൻ വിഘടിക്കും. ആരോഗ്യമുള്ള പുരുഷനിൽ 100 മില്ലി രക്തത്തിലെ 15 ഗ്രാം ഹീമോഗ്ലോബിനാണ് അടങ്ങിയിരിക്കുക. ആരോഗ്യമുള്ള പുരുഷനിലെ 100 മില്ലി രക്തത്തിലെ 15 ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കും. സ്ത്രീകളിലാണെങ്കിൽ 13 ഗ്രാമാണ് അടങ്ങിയിട്ടുണ്ടാവുക. സ്കൂളുകളിൽ ഇരുമ്പ് ഗുളിക വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് WIFS. സ്കൂളുകളിൽ ഇരുമ്പ് ഗുളിക വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് WIFS അല്ലെങ്കിൽ വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്. ശരീരത്തിലെ ഊർജം ലഭ്യമാക്കുന്ന പ്രധാന പോഷക ഘടകം ഗ്ലൂക്കോസ് ആണ്. ശരീരത്തിന് ഊർജം ലഭ്യമാക്കുന്ന പ്രധാനപ്പെട്ട പോഷക ഘടകം ഗ്ലൂക്കോസ് ആണ്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം എന്ന് പറയുന്നത്. കോശത്തിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം. കോശശ്വസനത്തിലെ 2 ഘട്ടങ്ങളാണുള്ളത്. ഗ്ലൈക്കോളിസിസും
ക്രബ്സ് പരിവൃത്തിയും. കോശശ്വസനത്തിലെ ഒന്നാമത്തെ ഘട്ടമാണ് ഗ്ലൈക്കോളിസിസ്. ഇവിടെ വെച്ച് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. ഗ്ലൈക്കോളിസിസ് പ്രവർത്തനം നടക്കുന്ന സമയത്ത് ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡാക്കി മാറ്റുന്നു. 2 ATP തന്മാത്രകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. കോശദ്രവത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ്. ഇതിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഗ്ലൈക്കോളിസിസിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. കോശശ്വസനത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി. മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് ക്രബ്സ് പരിവൃത്തി നടക്കുന്നത്. ഈ ഘട്ടത്തിൽ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നു. ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിലാണ് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്നത്. 28 ATP തന്മാത്രകളാണ് ഇവിടെ ലഭ്യമാകുന്നത്. ക്രബ്സ് പരിവൃത്തി ഘട്ടത്തിലെ 28 ATP തന്മാത്രകൾ ലഭിക്കുന്നു. ഓക്സിജൻ ഇവിടെ ആവശ്യമാണ്. ക്രബ്സ് പരിവൃത്തിക്ക് ഓക്സിജൻ ആവശ്യമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ 7% പ്ലാസ്മയിലെ ജലത്തിൽ ലയിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ 7% പ്ലാസ്മയിലെ ജലത്തിൽ ലയിക്കുന്നു. 23% ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ മാറുന്നു. 23% ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. 70% അരുണരക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ച് ബൈകാർബണേറ്റുകളുടെ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. ശ്വാസകോശങ്ങളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നു. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്നാണ് കാർബോണിക് ആസിഡ് ഉണ്ടാവുന്നത്. ഈ കാർബോണിക് ആസിഡാണ് അസിഡിറ്റിക്ക് കാരണമാവുന്നത്. ഓക്സിജൻ്റെ അഭാവത്തിൽ ജീവിക്കാൻ സാധിക്കുന്നവയാണ് ബാക്ടീരിയയും ഈസ്റ്റും. ഓക്സിജൻ്റെ അഭാവത്തിലും ബാക്ടീരിയയ്ക്കും ഈസ്റ്റിനും ജീവിക്കാൻ സാധിക്കും. ബാക്ടീരിയയിലും ഈസ്റ്റിലും ഗ്ലൂക്കോസ് 2 ATP തന്മാത്രയും പൈറൂവിക് ആസിഡുമായി മാറുന്നു. പൈറൂവിക് ആസിഡ് ബാക്ടീരിയയിൽ ലാക്റ്റിക് ആസിഡായും ഈസ്റ്റിൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമായി മാറ്റപ്പെടുന്നു. ലാക്റ്റിക് ആസിഡാണ് ഫെർമെൻറ്റേഷനെ സഹായിക്കുന്നത്. പാല് തൈരാകാൻ കാരണം ഫെർമെൻറ്റേഷനാണ്. അതിന് കാരണമായിട്ടുള്ളത് ലാക്റ്റിക് ആസിഡാണ്. അതേപോലെ ആൽക്കഹോള്, ഈസ്റ്റിലുള്ള ആൽക്കഹോള് ഫെർമെൻറ്റേഷന് സഹായിക്കുന്നുണ്ട്. മാവ് പുളിക്കാൻ സഹായിക്കുന്നത് ആൽക്കഹോളാണ്. ശ്വാസകോശ രോഗങ്ങളാണ് ശ്വാസകോശ അർബുദം, എംഫിസിമ, ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലമുണ്ടാകുന്ന അസുഖങ്ങളാണ് ഇവയെല്ലാം. വായു അറകൾ ഇലാസ്തികത നഷ്ടപ്പെട്ട് പൊട്ടുന്ന അവസ്ഥയാണ് എംഫിസിമ എന്ന് പറയുന്നത്. വായു അറകൾ ഇലാസ്തികത നഷ്ടപ്പെട്ട് പൊട്ടുന്നതാണ് എംഫിസിമ. ശ്വാസകോശത്തിലെ പ്രതല വിസ്തീർണം കുറയ്ക്കുന്നു. എംഫിസിമയുള്ള ആൾക്ക് വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നു. പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് എന്നിവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. അതാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന വീക്കമാണ് ബ്രോങ്കൈറ്റിസ്. പുകയിലയിലെ ടാറ്, കാർബൺ മോണോക്സൈഡ് എന്നിവ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിനും രോഗാണുക്കൾ പെരുകി ശ്വാസകോശത്തിന് വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്കെടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവാണ് ടൈഡൽ വോള്യം എന്ന് പറയുന്നത്. ഏകദേശം 1/2 ലിറ്ററാണ് ടൈഡൽ വോള്യം. ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്കെടുക്കുകയോ നിശ്വാസത്തിലൂടെ പുറന്തള്ളുകയോ ചെയ്യുന്ന വായുവിൻ്റെ അളവിനെയാണ് ടൈഡൽ വോള്യം എന്ന് പറയുന്നത്. 1/2 ലിറ്ററാണ് ടൈഡൽ വോള്യം. അതേസമയം ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് പോകുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള പുരുഷനിൽ 4.5 ലിറ്ററാണ് വൈറ്റൽ കപ്പാസിറ്റി. സ്ത്രീകൾക്ക് 3 ലിറ്ററാണ് വൈറ്റൽ കപ്പാസിറ്റി. ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായി നിശ്വസിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന പരമാവധി വായുവിൻ്റെ അളവാണ് വൈറ്റൽ കപ്പാസിറ്റി. സസ്യങ്ങളിലെ പ്രധാന വാതക വിനിമയ കേന്ദ്രങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. ഇലകളും കാണ്ഡങ്ങളുമാണ് ഇതിൽ വരുന്നത്. ഇലകളിലും പച്ച നിറമുള്ള ഇളം കാണ്ഡങ്ങളിലുമാണ് ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്നത് ലെൻഡിസെല്ലിലൂടെയാണ്. കാണ്ഡത്തിലും വേരിലും വാതക വിനിമയം നടക്കുന്നത് ലെൻഡിസെല്ലിലൂടെയാണ്. ഡിഫ്യൂഷൻ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിലുള്ള സുഷിരങ്ങളാണ് ലെൻഡിസെല്ലുകൾ എന്ന് പറയുന്നത്. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിലുള്ള സുഷിരങ്ങളാണ് ലെൻഡിസെല്ലുകൾ. ബയോളജിയുടെ പാർട്ട് 1 ബുക്ക് കഴിഞ്ഞു. ഇനി പാർട്ട് 2 5ാമത്തെ ലെസനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വിസർജനം സമസ്ഥിതി പാലനത്തിന്.
ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളാക്കി മാറ്റുന്നത് കരളാണ്. ശരീരത്തിൽ രൂപപ്പെടുന്നതും ശരീരത്തിലെത്തുന്നതുമായ വിഷവസ്തുക്കളെ ഹാനികരമല്ലാത്ത വസ്തുക്കളായി മാറ്റുന്നത് കരളാണ്. അമോണിയയെ യൂറിയയാക്കി മാറ്റുന്നത് കരളാണ്. അമോണിയയോടൊപ്പം കാർബൺ ഡൈ ഓക്സൈഡും ജലവും ചേർന്ന് എൻസൈമുകൾ അതിനെ യൂറിയയാക്കി മാറ്റുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ത്വക്കിലെ സ്വേദഗ്രന്ഥികളാണ്. ശരീരത്തിൻ്റെ താപനില ക്രമീകരിക്കാനാണ് വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങൾ വൃക്കയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജന അവയവങ്ങൾ വൃക്കകളാണ്. യൂറിയ, വിറ്റാമിനുകൾ, ലവണങ്ങൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവയെ രക്തത്തിൽ നിന്ന് അരിച്ചുമാറ്റി മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന അവയവമാണ് വൃക്ക. ഒരു ജോഡി വൃക്കകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. പയർ വിത്തിൻ്റെ ആകൃതിയാണ് വൃക്കയ്ക്കുള്ളത്. ഉദരാശയത്തിൽ നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണിത് സ്ഥിതി ചെയ്യുന്നത്. വൃക്ക സ്ഥിതി ചെയ്യുന്നത്. ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അശുദ്ധ രക്തം വൃക്കയിലേക്ക് കൊണ്ടുപോകുന്നത് വൃക്കാധമനിയാണ്, റീനൽ ആർട്ടറിയാണ്. അല്ലെങ്കിൽ റീനൽ ആർട്ടറിയാണ്. ശുദ്ധരക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വൃക്കാസിരയാണ്, റീനൽ വെയിനാണ് ശുദ്ധരക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. വൃക്കയ്ക്കുള്ളിലെ സൂക്ഷ്മ അരിപ്പകളാണ് നെഫ്രോണുകൾ. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ നെഫ്രോണാണ്. വൃക്കയുടെ ഭാഗങ്ങളാണ് കോർട്ടെക്സ്, മെഡുല, പെൽവിസ്. ഇളം നിറമുള്ള ബാഹ്യഭാഗമാണ് കോർട്ടെക്സ് എന്ന് പറയുന്നത്. നെഫ്രോണുകളുടെ അതിസൂക്ഷ്മ അരിപ്പകൾ കാണപ്പെടുന്നത് കോർട്ടെക്സിലാണ്. കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല. ഇളം നിറമുള്ള ബാഹ്യഭാഗമായിരുന്നു കോർട്ടെക്സ്. കടും നിറമുള്ള ആന്തരഭാഗമാണ് മെഡുല. നെഫ്രോണുകളുടെ നീണ്ട കുഴലുകൾ കാണപ്പെടുന്നത് മെഡുലയിലാണ്. അരിപ്പകളിൽ നിന്ന് മൂത്രം ഒഴുകിയെത്തുന്ന ഭാഗമാണ് പെൽവിസ്. നെഫ്രോണിൻ്റെ ഘടനയാണ് ഇനി നോക്കുന്നത്. നെഫ്രോണിൻ്റെ ഒരറ്റത്തുള്ള ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. നെഫ്രോണിൻ്റെ ഒരറ്റത്ത് ഇരട്ട ഭിത്തിയുള്ള കപ്പ് പോലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഭിത്തികൾക്കിടയിലുള്ള സ്ഥലമാണ് ക്യാപ്സുലാർ സ്പേസ്. ബൊമാൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തക്കുഴലുകളാണ് ഇഫറൻ്റ് വെസൽ. ബൊമാൻസ് ക്യാപ്സ്യൂളിനെ അകത്തേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖയാണ് അഫറൻ്റ് വെസൽ. അഫറൻ്റ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറിയ ഭാഗമാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അഫറൻ്റ് വെസല് ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ പ്രവേശിച്ച് സൂക്ഷ്മ ലോമികകളായി മാറിയ ഭാഗമാണ് ഗ്ലോമറുലസ്. ഇഫറൻ്റ് വെസലിൻ്റെ തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ബാഹ്യനാളിക ലോമികാജാലം എന്ന് പറയുന്നത്. ഇഫറൻ്റ് വെസലിൻ്റെ തുടർച്ചയായി വൃക്കാനാളികയ്ക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ബാഹ്യനാളിക ലോമികാജാലം. ബൊമാൻസ് ക്യാപ്സ്യൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്കാനാളിക. വൃക്കാനാളികകൾ വന്നു ചേരുന്ന ഭാഗമാണ് ശേഖരണ നാളി. ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഇവിടെ വെച്ചാണ്. മൂത്രം ശേഖരിച്ച് പെൽവിസിൽ എത്തിക്കുന്നതും ശേഖരണ നാളി വഴിയാണ്. മൂത്രം രൂപപ്പെടുന്ന ഘട്ടങ്ങളാണ് സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണവും സ്രവണവും, ജലത്തിൻ്റെ ആകിരണം. മൂത്രം രൂപപ്പെടുന്ന ഘട്ടങ്ങളാണ് സൂക്ഷ്മ അരിക്കൽ, പുനരാകിരണവും സ്രവണവും, ജലത്തിൻ്റെ ആകിരണം. മൂത്രത്തിൽ 96% ജലമാണ് അടങ്ങിയിരിക്കുന്നത്. 2% യൂറിയ. 96% ജലവും 2% യൂറിയയും 2% മറ്റു വസ്തുക്കളുമാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ഉൾപ്പെടുന്നതാണ് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ലവണങ്ങൾ, ഫോസ്ഫേറ്റ്, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ തുടങ്ങിയവയാണ് 2% അടങ്ങിയിട്ടുള്ളത്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവ്
pH എന്നിവ ക്രമീകരിക്കുന്നത് വൃക്കകളാണ്. രക്തത്തിലെ ജലത്തിൻ്റെയും ലവണങ്ങളുടെയും അളവും pHും ക്രമീകരിക്കുന്നത് വൃക്കകളാണ്. വൃക്കയെ ബാധിക്കുന്ന രോഗങ്ങളാണ് നെഫ്രൈറ്റിസ്, വൃക്കയിലെ കല്ല്, യൂറീമിയ. വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. അണുബാധ മൂലമോ വിഷബാധ മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് നെഫ്രൈറ്റിസ്. കാൽസ്യം ലവണം അടിഞ്ഞുകൂടുന്നതാണ് വൃക്കയിലെ കല്ല്. കാൽസ്യം ലവണം അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് വൃക്കയിലെ കല്ല്. പ്രമേഹം, നെഫ്രൈറ്റിസ്, രക്താതിമർദ്ദം എന്നിവ കാരണം ഉണ്ടാകുന്നതാണ് യൂറീമിയ. യൂറീമിയ എന്ന അസുഖം ഉണ്ടാകുന്നത് പ്രമേഹം, നെഫ്രൈറ്റിസ്, രക്താതിമർദ്ദം എന്നിവ മൂലമാണ്. വൃക്കകൾ തകരാറിലാകുമ്പോൾ കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. വൃക്കകൾ തകരാറിലാകുന്ന സമയത്ത് കൃത്രിമ വൃക്കയിലൂടെ രക്തം കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് ഹീമോഡയാലിസിസ്. ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് ഡോക്ടർ വില്യം ജോഹാൻ കോഫാണ്. ആദ്യമായി കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ വില്യം ജോഹാൻ കോഫ്. ഹീമോഡയാലിസിസ് സമയത്ത് രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്നത് ഹെപ്പാരിൻ ആണ്. ഹീമോഡയാലിസിസ് സമയത്ത് രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന വസ്തുവാണ് ഹെപ്പാരിൻ. ഡിഫ്യൂഷനിലൂടെയാണ് രക്തം ശുദ്ധീകരിക്കുന്നത്. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ്. ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയാണ് ഡോക്ടർ ജോസഫ് ഇ മുറെ. അമീബയ്ക്ക് വിസർജന അവയവമില്ല. സങ്കോചഫേനങ്ങൾ വഴിയാണ് അമീബ വിസർജനം നടത്തുന്നത്. ഉരഗങ്ങൾ, പക്ഷികൾ, മത്സ്യം, തവള എന്നിവയുടെ വിസർജനാവയവം വൃക്കയാണ്. ഉരഗങ്ങൾ, പക്ഷികൾ, മത്സ്യം, തവള ഇവയുടെ വിസർജനാവയവം വൃക്കയാണ്. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം മാൽപീജിയൻ നാളികയാണ്. ഷഡ്പദങ്ങളുടെ വിസർജനാവയവം മാൽപീജിയൻ നാളിക. മണ്ണിരയിലെ വിസർജനാവയവം നെഫ്രീഡിയാണ്. മണ്ണിരയുടെ വിസർജനാവയവം നെഫ്രീഡിയാണ്. സസ്യങ്ങളിലെ വിസർജനം നടക്കുന്നത് ആസ്യരന്ധ്രം, ലെൻറ്റിസൽ എന്നിവയിലൂടെയും ഹൈഡത്തോട്, കാതൽ രൂപീകരണം, ഇല കൊഴിയൽ എന്നീ മാർഗങ്ങളിലൂടെയാണ്. ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡും ജലവും പുറന്തള്ളുന്നത് ആസ്യരന്ധ്രങ്ങൾ വഴിയും ലെൻറ്റിസൽ വഴിയുമാണ്. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നിവ പുറന്തള്ളുന്നത് ആസ്യരന്ധ്രം അല്ലെങ്കിൽ ലെൻറ്റിസൽ വഴിയാണ്. പുൽവർഗത്തിലും കുറ്റിച്ചെടിയിലും ഇലയുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളാണ് ഹൈഡത്തോട്. ഇതുവഴിയാണ് അവ വിസർജനം നടത്തുന്നത്. പുൽവർഗങ്ങളിലും കുറ്റിച്ചെടിയുടെയും ഇലകളുടെ അഗ്രഭാഗത്തുള്ള സുഷിരങ്ങളാണ് ഹൈഡത്തോടെന്ന് പറയുന്നത്. വിസർജ്യം സസ്യകാണ്ഡത്തിലെ പ്രായം ചെന്ന സൈലത്തിൽ അടിയുന്നതാണ് കാതൽ രൂപീകരണം. വിസർജ്യം സസ്യകാണ്ഡത്തിൻ്റെ പ്രായം ചെന്ന സൈലത്തിൽ അടിഞ്ഞുകൂടുന്നതാണ് കാതൽ രൂപീകരണം. അടുത്ത ലെസനാണ് ചലനത്തിൻ്റെ ജീവശാസ്ത്രം. ശരീരചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികളാണ്. മനുഷ്യൻ്റെ ശരീരത്തിലെ ചലനങ്ങൾ സാധ്യമാക്കുന്നത് പേശികളാണ്. പ്രധാനപ്പെട്ട പേശികളാണ് അസ്ഥിപേശി, മിനുസപേശി, ഹൃദയപേശി. അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നതാണ് അസ്ഥിപേശി. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അസ്ഥിപേശിയിലുള്ളത്. സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ് അസ്ഥിപേശിയിൽ കാണപ്പെടുന്നത്. കുറുകെ വരകൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രേഖാങ്കിത പേശി എന്ന പേരിലും അസ്ഥിപേശി അറിയപ്പെടുന്നുണ്ട്. രേഖാങ്കിത പേശി എന്ന് പറയുന്നത് അസ്ഥിപേശിയാണ്. ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് അസ്ഥിപേശിയാണ്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നത് മിനുസപേശിയാണ്. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തര അവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നത് മിനുസപേശിയാണ്. സ്പിൻഡിൽ ആകൃതിയിലാണ് കോശങ്ങൾ കാണപ്പെടുന്നത്. മിനുസപേശിയിലെ സ്പിൻഡിൽ ആകൃതിയിലാണ് കോശങ്ങൾ കാണപ്പെടുന്നത്. കുറുകെ വരയില്ല. അതുകൊണ്ട് തന്നെ രേഖാശൂന്യ പേശി എന്നാണ് അറിയപ്പെടുന്നത്. രേഖാശൂന്യ പേശിയാണ് മിനുസപേശി. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് മിനുസപേശിയാണ്. അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് മിനുസപേശിയാണ്. ഹൃദയഭിത്തിയിൽ കാണപ്പെടുന്നതാണ് ഹൃദയപേശി. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് ഹൃദയപേശിയിലുള്ളത്. ശാഖകളായി പിരിഞ്ഞ കോശങ്ങളാണ് ഹൃദയപേശിയിൽ കാണപ്പെടുന്നത്. കുറുകെ വരകൾ കാണാം. ഹൃദയപേശി അനൈച്ഛിക ചലനം സാധ്യമാക്കുന്നു. കഠിനാധ്വാന സമയത്ത് ഓക്സിജൻ ലഭ്യമാകാതിരിക്കുമ്പോൾ അവായു ശ്വസനം വഴി പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും
പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ലമം എന്ന് പറയുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ ലഭിക്കാതിരിക്കുന്ന സമയത്ത് അവായു ശ്വസനം വഴി പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് പേശീക്ലമം എന്ന് പറയുന്നത്. വിശ്രമിക്കുന്ന സമയത്ത് ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യപ്പെടുകയും പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാവുകയും ചെയ്യും. മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളാണുള്ളത്. മനുഷ്യ അസ്ഥികൂടത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അനുബന്ധ അസ്ഥികൂടമെന്നും അക്ഷ അസ്ഥികൂടമെന്നും. അനുബന്ധ അസ്ഥികൂടത്തിൽ 126 അസ്ഥികളും അക്ഷ അസ്ഥികൂടത്തിൽ 80 അസ്ഥികളുമാണ് ഉള്ളത്. അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്നത് തോൾവലയത്തിൽ 2 എല്ലുകൾ വീതം 4 എല്ലുകളാണുള്ളത്. കൈകളിൽ 30 എല്ലുകൾ വീതം 60 എല്ലുകളും ശ്രോണി വലയം അല്ലെങ്കിൽ ഇടുപ്പിൽ 2 എല്ലുകളാണ് കാണപ്പെടുന്നത്. കാലിൽ 30 എല്ലുകൾ വീതം ആകെ 60 എല്ലുകൾ കാണപ്പെടുന്നു. ഇതെല്ലാം കൂടെ ചേർത്താണ് 126 അസ്ഥികൾ അനുബന്ധ അസ്ഥികൂടത്തിൽ വരുന്നത്. അക്ഷാസ്ഥികൂടം എന്ന് പറയുന്നത് തലയോടിൽ 29 അസ്ഥികൾ കാണപ്പെടുന്നു. തലയോടിൽ 29 അസ്ഥി, മാറലിൽ 1 അസ്ഥിയും വാരിയെല്ലിൽ 12 അസ്ഥി വീതം 2 ഭാഗത്തായിട്ട് കാണപ്പെടുന്നു. ആകെ 24 എല്ലാണ് വാരിയെല്ലിൽ കാണപ്പെടുന്നത്. നട്ടെല്ലിൽ 26 അസ്ഥിയാണ് കാണപ്പെടുന്നത്. അങ്ങനെ ആകെ 80 അസ്ഥിയാണ് കാണപ്പെടുന്നത്. കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുന്ന പേശിയാണ് മടക്കൽ പേശി. കൈകൾ മടക്കുമ്പോൾ സങ്കോചിക്കുന്ന പേശിയാണ് മടക്കൽ പേശി. നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശി നിവർത്തൽ പേശിയാണ്. കൈകൾ നിവർത്തുമ്പോൾ സങ്കോചിക്കുന്ന പേശി നിവർത്തൽ പേശിയാണ്. കൈകൾ മടക്കുമ്പോൾ അയയുന്ന പേശി നിവർത്തൽ പേശിയാണ്. കൈകൾ മടക്കുന്ന സമയത്ത് അയയുന്ന പേശി നിവർത്തൽ പേശിയും നിവർത്തുന്ന സമയത്ത് അയയുന്ന പേശി മടക്കൽ പേശിയുമാണ്. പേശീകോശങ്ങളിലെ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് സ്റ്റിറോയിഡുകളാണ്. പേശീകോശങ്ങളിലെ ഊർജ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതാണ് സ്റ്റിറോയിഡുകൾ. പേശികളിൽ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്ന തരം പേശി ജോഡികളാണ് പ്രതിദ്വന്ദ്വി പേശികൾ അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുന്നത്. കൈകളിൽ കാണപ്പെടുന്നത് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് ആണ്. പേശികളിലെ ഒന്ന് സങ്കോചിക്കുമ്പോൾ മറ്റേത് അയയുന്ന തരം പേശി ജോഡികളാണ് പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് പറയുന്നത്. ടെൻഡനുകളാണ് അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത്. സന്ധികൾ വഴിയാണ് അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ചലനത്തിൽ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് സന്ധികളാണ്. കഴുത്തിൽ കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. കഴുത്തിൽ കാണപ്പെടുന്നതാണ് കീലസന്ധി. തോളിലും ഇടുപ്പിലും കാണപ്പെടുന്നത് ഗോളരസന്ധിയാണ്. തോളിലും ഇടുപ്പിലും കാണപ്പെടുന്ന സന്ധിയാണ് ഗോളരസന്ധി. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്നത് ബിജാഗിരി സന്ധിയാണ്. ബിജാഗിരി സന്ധി. കാൽപാദത്തിൽ കാണപ്പെടുന്നത് തെന്നി നീങ്ങുന്ന സന്ധിയാണ്. തെന്നി നീങ്ങുന്ന സന്ധി കാണപ്പെടുന്നത് കാൽപാദത്തിലാണ്. അസ്ഥിസന്ധിയിൽ കാണപ്പെടുന്ന സൈനോവിയൽ സ്തരമാണ് സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത്. അസ്ഥികൾക്കിടയിലെ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ്. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ്. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ക്യാപ്സ്യൂളാണ്. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ക്യാപ്സ്യൂളാണ്. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കളാണ്. അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കളാണ്. അസ്ഥികളിലും പേശികളിലും തകരാറുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് സന്ധിവാതം, അസ്ഥിസ്ഥാനഭ്രംശം, ഉളുക്ക്, ഓസ്റ്റിയോപോറോസിസ്, പേശീക്ഷയം തുടങ്ങിയവ. സന്ധികളിലെ അണുബാധ മൂലമോ പരുക്കുകളോ പ്രായാധിക്യം മൂലമോ ഉണ്ടാകുന്ന രോഗമാണ് സന്ധിവാതം. സന്ധികളിലെ അണുബാധ മൂലമോ പരുക്കുകൾ കാരണമോ പ്രായാധിക്യം കാരണമോ ഉണ്ടാകുന്ന രോഗമാണ് സന്ധിവാതം. തരുണാസ്ഥി വലയത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അസഹനീയമായ വേദനയും സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് സന്ധിവേദന എന്ന് പറയുന്നത്. സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നതാണ് അസ്ഥിസ്ഥാനഭ്രംശം അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. സ്നായുക്കൾക്കാണിവിടെ തകരാറ് സംഭവിക്കുന്നത്. കഠിനമായ വേദനയും നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. സ്നായുക്കൾക്ക് തകരാറുണ്ടാകുന്നതാണ് അസ്ഥിസ്ഥാനഭ്രംശം. സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നു.
സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതാണ് ഉളുക്ക് എന്ന് പറയുന്നത്. സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്നതിനെയാണ് ഉളുക്ക് എന്ന് പറയുന്നത്. കഠിനമായ വേദനയും നീർവീക്കവും ഉണ്ടാവും. അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ്. കാൽസ്യത്തിൻ്റെ കുറവ് കാരണമോ അപചയ പ്രവർത്തനങ്ങളുടെ തകരാറ് കാരണമോ വിറ്റാമിൻ ഡിയുടെ കുറവ് കാരണമോ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാം. ഇടുപ്പെല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളിലാണ് ഓസ്റ്റിയോപോറോസിസ് കൂടുതലായും ബാധിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയാണ് പേശീക്ഷയമെന്ന് പറയുന്നത്. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി ഇത് കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. പേശീക്ഷയം സാധാരണ കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ്. ആന്തര അസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യ അസ്ഥികൂടവും കാണാറുണ്ട്. മനുഷ്യനിൽ കാണപ്പെടുന്ന ബാഹ്യ അസ്ഥികൂടമാണ് നഖവും മുടിയും. ഉരകങ്ങളിൽ കാണപ്പെടുന്ന ബാഹ്യ അസ്ഥികൂടമാണ് ശൽക്കങ്ങളും നഖവും. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 6ാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയിട്ടില്ല. 6ാമത്തെ ലെസൻ്റെ ബാക്കിയും 7ാമത്തെ ലെസനും കൂടെ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 7ാമത്തെ ലെസനോടുകൂടെ നമ്മുടെ ബയോളജി 9ാം ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയി. ഇനി നാളെ നമുക്ക് കെമിസ്ട്രി ആരംഭിക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്